ஃபைட் பண்ணுண்டா எங்கடா ஃபைட் பண்றாங்க சும்மா അഴുകുறாருന്നപ്പോ அப்படின்னு இருக்கும். ചില എനിക്ക് ഇന്ന ആളുകളോട് സംസാരിക്കാൻ പാടുള്ളൂ ഒരു സെലക്ഷൻ തുടങ്ങുമ്പോൾ ഞാൻ ആരും ഭയക്കുന്നുണ്ടെന്നാണ് അർത്ഥം. இது 100 crores படம் கிடையாது, சின்ன பட்ஜெட் தான். அந்த பட்ஜெட்க்கு என்ன வேணுமோ அதை விட ஜாஸ்தி കാട്ടിരിക്കാറ് നമ്മുടെ ഡയറക്ടർ. ഇപ്പം നടൻ എന്നതിലേക്ക് എന്നെ തേടി വരുന്ന രൂപമില്ലാത്ത ഒരു കഥാപാത്രം, അത് എൻ്റെ ബോഡിയാണ് ആവശ്യപ്പെടുന്നത്. സോ ഫോർ ഈച്ച് ആൻഡ് എവറി ഷോട്ട് I should think that I'm God and I'm a philosopher and I'm a monkey and I'm God. பயத்தோட பக்தியோட பண்ணியிருக்கோம். அந்த ஒரே ஒரு ரீசன் தான். தயவு செய்து படம் பாருங்கள், கஷ்டப்பட்டு பண்ணியிருக்கோம். നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കസ്. ഇന്ന് നമുക്കൊപ്പം വിരുന്ന് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു അർജുൻ സർജ, കണ്ണൻ താമരക്കുളം, ഹരീഷ് പേരടി ആൻഡ് മേയർ ഗിരീഷ്. 4 പേർക്ക് നമസ്കാരം. സോറി, നമസ്കാരം. ഓക്കെ. ഹായ് സർ, ഹൗ ആർ യു? Good, thank you so much. You have a little cold, yeah, I right? have cold. Yeah, okay. So you have been in Malayalam film industry for several years and you are our boy next door actually. So how is it coming back to Malayalam after a long time? Not after a long time. I just finished Marakkar. That was just one year back, I suppose. 1 year back. 1 year ago, sir? 2 years. 2 years. 2 years. Okay, 2 years, yeah. It's always nice to, come back and do some nice films here. Yeah, okay. How's Malayalam film industry treating It's you? great. They always treat me very well. They welcome in a very positive way. Yeah. From so many years. ഇപ്പോൾ കണ്ണൻ ചേട്ടാ, നമ്മുടെ വിരുന്ന് തിയേറ്ററിലേക്ക് റിലീസാവാൻ പോവാണ്. എന്താണ് ചേട്ടൻ ഈ ഒരു സമയത്ത്, ഇപ്പം അർജുൻ സാറാണ് ഇതിനകത്ത് മെയിൻ റോൾ വന്നിരിക്കുന്നത്, അപ്പം എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷത്തിൽ? നമ്മുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ചെറിയ പ്രായം പോലെ അർജുൻ സാറിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. മലയാളത്തിൽ ഹീറോകളാൽ കൂടുതൽ അത്ര ഫാനായിരുന്നു. അപ്പോൾ സാറിനെ വെച്ച് പടം ചെയ്യാൻ പറ്റി. ഒരു നല്ല ജോണറിലുള്ളൊരു പടമാണ്. ഒരു ഫാമിലി ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു ഫാസ്റ്റായിട്ടുള്ള കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. 100% കൊമേഴ്ഷ്യൽ പടമാണ്. പക്ഷേ എന്നാൽ പോലും ഒരു പടത്തിൻ്റെ എൻഡിൽ ഒരു വലിയൊരു സംഭവം, അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓപ്പണായിട്ട് തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ അർജുൻ സാറിൻ്റെ കൂടെ തന്നെ നല്ലൊരു താരനിരയുണ്ട്. പരീക്ഷ ഉണ്ട്, ബൈജു സന്തോഷ് ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ മുകേഷ് ചേട്ടനുണ്ട്, നിക്കി ഗിൽറാണിയാണ് ചെയ്യുന്നത്, അജു വർഗീസ് ഉണ്ട്, പിന്നെ ഗിരീഷ് സാർ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കാസ്റ്റ് ഉണ്ട്. എല്ലാവരും ഓരോരോ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നന്നാവും, എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇനി ഇപ്പോൾ ആഗസ്റ്റ് 29 റിലീസാവുകയാണ്. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഹരീഷ് ചേട്ടാ, കണ്ണൻ ചേട്ടൻ്റെ മൂവീസിലെ സ്ഥിരം സാന്നിധ്യമാണ് ഹരീഷ് ചേട്ടൻ. ഈ മൂവിയിൽ എന്താണ് പ്രത്യേകതകൾ ഉള്ള ക്യാരക്ടറിന്? കണ്ണൻ്റെ 3ാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിന് ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇത്തരം ചോദ്യങ്ങളോട് അദ്ദേഹം എന്നെ വിളിക്കാതിരിക്കുന്നത് സ്ഥിരം എന്നുള്ളത് കൊണ്ട് ഇനിയും സ്ഥിരമാവാനുള്ള തോന്നലുണ്ടാവട്ടെ. ഇതിൽ വളരെ പ്രത്യേകതയുള്ളൊരു കഥാപാത്രമാണ്. കഥാപാത്രം ഡീറ്റെയിൽസ് അധികം പുറത്തു വിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിലും അധികം ഞാൻ ചെയ്യാത്ത തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള നല്ല ഒരു കഥാപാത്രമാണ്. ഓക്കെ. അപ്പോൾ ഗിരീഷ് ചേട്ടൻ നമുക്ക് പോസ്റ്ററിൽ നോക്കിയാലും കാണാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. എന്താണ് ക്യാരക്ടർ മൂവിയിൽ? എന്താണ്? ഒരു ഹേമന്ത് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് ഒരു ഓട്ടോ അടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തുള്ളത്. അതിനുശേഷം ഒരു ചെറിയ ലൈഫിലെ വേറൊരു ഇൻസിഡൻറ്റ് കാണുന്നു. അങ്ങനെ പിന്നെ ആ മൂവിയിലേക്ക് അങ്ങ് പോവുകയാണ്. അർജുൻ സാറിൻ്റെ കൂടെ പോവുകയാണ്. നല്ലൊരു ക്യാരക്ടറാണ്. ഓക്കെ. ഇപ്പോൾ ഇതൊരു എന്തൊക്കെയോ സർവൈവൽ ത്രില്ലർ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. ശരിക്കും അർജുൻ സാറിൻ്റെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ആണോ എന്ന് ഫീൽ ചെയ്തു. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന കുറച്ച് ഹിൻസ് ആണ്. അപ്പോൾ എന്താണ് ശരിക്കും അർജുൻ സാറിൻ്റെ ക്യാരക്ടർ? ഭയങ്കര മിസ്റ്ററി ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ 1-2 ലെവൽ ക്യാരക്ടറിൽ തന്നെ 1-2 ഷെയ്ഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലൊരു ഭയങ്കര സസ്പെൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സർവൈവൽ, ഒരു ജേർണി എല്ലാം കൂടെ ഉള്ളൊരു സിനിമയാണ്.
So, sir, you have worked in different language movies and all. How do you keep up your acting style according to the regional audience? There is no acting style. It's only director's style. Every director's presentation will be different. And I'm a director's actor. Whatever they want. Whether in Malayalam, Tamil, Telugu, Kannada, I'm a director's actor. So, and again, depends upon the characterizations you play. Okay. Different characters. There'll be a psycho in a characterization. So I have to play differently. And I played in a movie like Hanuman. Hanuman coming as a human being. Hanuman will come as a human being. Then I have to play that role. So if for each and every shot, I should think that I'm God and I'm a philosopher and I'm a monkey and I'm God. So many things should be there in my body language, the way I render my dialogues. Immediate கோவம் வரும். Immediate அந்த ஒரு சாந்தமாக இருக்கணும். You are a God அப்படின்னு you are a philosopher. அண்ட் அந்த படம் பண்ணும்போது நான் வாக்கிங்கு அதெல்லாம் வந்து மங்கி மாதிரி தான் இருக்கணும், இம்மீடியட்டாக நார்மலாக நடக்கணும், இந்த மாதிரியெல்லாம் இருக்குது. ஸோ டிபெண்ட்ஸ் அப்பான் எவ்ரி கேரக்டர். ஒரு கேரக்டர் ஒரு டைரக்டர் ஃபீல் பண்ணும்போது தென் ஐ ஹேவ் டு லைக் ஆக்ட் அக்கார்டிங்லி. Okay. What are your major criteria when it comes to selecting a movie? No, what is my major criteria? There is nothing. You should basically you should like it from your heart. Okay. Yes, I can do this. And sometimes it's again the crew. With some people I can't work at all. Okay, the vibes you will get it once when you talk to the people. And the crew, some crews are like very, very friendly. That makes the difference for me because I have to live with them for more than 60 to 70 days. Yeah. How was So I should be like comfortable. They should be comfortable with me. Yeah. Okay, it's vice versa. It was very nice. In this unit was very, very good. And fortunately he can speak Tamil. And unfortunately this man can't speak Tamil at all. And Sir Harish sir, he speaks all the languages. Yeah. So it's nice. They're all positive people, and it was very nice to be a part of them, part of Verino team. ഓക്കെ. ഇപ്പം ഹരീഷേട്ടൻ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമൊക്കെയാണ്. ഇപ്പം നമ്മൾ വിജയ് സേതുപതി സാറിൻ്റെ കൂടെ ഇങ്ങനെ തോളോട് തോൾ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര അഭിമാനമാണ്. ചേട്ടൻ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് കൂടുതലും, അത് അത്രയും പവർഫുൾ ആയിട്ടാണ് ചേട്ടൻ അത് പ്രസൻറ്റ് ചെയ്യുന്നതാണ് വേറൊരു അതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ തീരെ സെലക്ട് ചെയ്യാറില്ല, ഒട്ടും സെലക്ട് ചെയ്യാത്ത ഒരാളാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി എൻ്റെ അഭിനയ ജീവിതത്തിലില്ല. എന്നെ തേടി വരുന്ന ക്യാരക്ടേഴ്സാണ്. അത് ഞാൻ ഒരിക്കലും നോ എന്ന് പുറംകൈ കൊണ്ട് പറയാറില്ല ഒരു ക്യാരക്ടറിന്. ഭാഗ്യവശാൽ എന്നെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഡയറക്ടേഴ്സാണ്. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളിലേക്ക് എന്നെ അവർ സെലക്ട് ചെയ്തിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്നെ എനിക്ക് വേണ്ടി നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടാണ് ഓരോന്നും നല്ല ഡിഫറെൻ്റ്. ഇപ്പോൾ തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ അറിയാവുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണൻ ഈ കഥാപാത്രത്തിൽ 3 സിനിമകളിലും കാണാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എനിക്ക് തന്നത്. കുടുംബിൽ വളരെ അതായിട്ടുള്ള ഒരു ഗുണ്ടതിൻ്റെ ആ ഒരു ആശാനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതിപ്പം അവിടെ തെലുങ്കിലേക്ക് ചെയ്തപ്പോൾ ആ കഥാപാത്രം ചെയ്ത ആക്ടർ എന്നെ കണ്ടിട്ട് പറയണ്ടായി, നിങ്ങൾ ചെയ്ത സിനിമ ഇപ്പം കണ്ണൻ താമരക്കുളം ചെയ്ത സിനിമയുടെ ഷോട്ട് എടുക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തത്. അതുപോലെ തന്നെ ആക്കാൻ പറ്റിയിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ എങ്കിലും റിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ നല്ല റിപ്പോർട്ടാണ് പടത്തിന് വന്നത്. നിങ്ങൾ ചെയ്ത സീൻസൊക്കെ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ നമുക്ക് വീണ്ടും പുറത്തുനിന്ന് കിട്ടുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ സെലക്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോടുള്ള നന്ദി ഈ സമയത്താണെന്ന് പോകും. ഇപ്പോൾ ഏത് കഥാപാത്രമാണെങ്കിലും തെലുങ്കാണെങ്കിൽ തമിഴാണ്. ഇപ്പം വിക്രം പേര് നിങ്ങൾ പറഞ്ഞ വേദയിലെ ചേട്ടൻ എന്ന കഥാപാത്രത്തെ തേടി അവർ എന്നെ വിളിച്ചതാണ്. വിജയ് സേതുപതിയാണ് പുഷ്കറിനോട് ഈ പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടാ എന്നാണ് അതിന് ശേഷം എല്ലാവരും എന്നെ അവിടെ വിളിക്കാറുള്ളത്.
ചേട്ടൻ എന്ന് തന്നെ ഇപ്പോഴും വിളിക്കാറ്. അപ്പം അങ്ങനെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ആ പേരിലൂടെ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഡയറക്ടേഴ്സ് തന്നെ സെലക്ട് ചെയ്യും. മലയാളിലെ തൃശ്ശൂർ സ്ലാങ് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതെ, വരാലിൽ വളരെ തൃശ്ശൂർ ഇത് പറയുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ ഒരു ലീഡറുടെ ക്യാരക്ടറായിരുന്നു. അതിനൊക്കെ വേറൊരു സംഭവമാണ്. ഓക്കെ, അർജുൻ സാറിലേക്ക് കാസ്റ്റിംഗ് പോയത് എങ്ങനെയായിരുന്നു? അത് അനീഷേട്ടനാണ് അതിൻ്റെ മെയിൻ ഒരു കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു. അപ്പോൾ ഞാൻ അനീഷേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞു, ഇങ്ങനെ സാധനം ഉണ്ട്, നമുക്ക് അർജുൻ സാർ ചെയ്ത ഗംഭീരം ആകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അർജുൻ സാറിനെ അനീഷേട്ടനാണ് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ കഥ പറയുന്നു. അത് അത് കഥ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് സാർ ഞാൻ പറഞ്ഞ കഥ തിരിച്ച് എന്നോട് പറയുന്നു. അങ്ങനെ അത് ഓക്കെ ആവുന്നു, നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അതൊരു ഭയങ്കര നമുക്കൊരു പെട്ടെന്ന് കമ്മിറ്റ് ചെയ്തു. അതൊരു ഭയങ്കര ഭാഗ്യമായി. അതുകൊണ്ട് പ്രൊജക്റ്റ് ഓണായി ഇന്നിപ്പോൾ 29-ാം തീയതി റിലീസിലേക്ക് എത്തി നിൽക്കുന്നു. ഓക്കെ, ഗിരീഷ് ചേട്ടൻ ഈ ഒരു മൂവിയിൽ ഇപ്പം ഈ ഒരു കാസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ എന്തായിരുന്നു? ക്യാരക്ടർ ചെയ്യാൻ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതിൽ വന്നത്. അപ്പോൾ ഇതിന് മുന്നേ 1-2 ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് വേറെ പടങ്ങൾ. ഇത് വന്ന് ആ ഒരു ക്യാരക്ടർ അങ്ങനെ വന്നു. അർജുൻ സാറിൻ്റെ കൂടെ അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. കാരണം അർജുൻ സാറ് ഇതിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. ആദ്യമൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പതിയെ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നല്ല ഏറ്റവും കംഫർട്ട് വിത്ത് ഹിം. Okay. Sir, I have some pictures of you with our stars and I want you to react for those pictures. Okay? I'll show you some. Clear. Funny picture. Sorry? You with the ladder. Okay. This is Marakera. Yeah. So, how is this? Can you explain anything from? No. See, let us talk about our picture. Okay. That movie is finished and released. Everything is done. Okay. Okay, let's talk about Virna. Yeah, it was a game section actually. It's okay. Yeah, that's better, no? Okay. Okay. വിരുന്നില് സാറിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? Significant? ഒരു ഫാക്ടർ. What was the significant factor which hooked in you this story? Yeah. Yeah, hook line annale, which we are not supposed to leak it out. But it is the problem going on in the society. The Kerala ஜாஸ்தி இருக்குது, அங்கேயும் இருக்குது, தமிழ்நாடு அங்கெல்லாம் இருக்குது. பட் இங்கெல்லாம் கொஞ்சம் ஜாஸ்தி இருக்குது அந்த ப்ராப்ளம். ஸோ அந்த ப்ராப்ளம் தான் எப்படி சால்விங்கு, என்ன இது, வாட் இஸ் திஸ், ஹவு கேன் திஸ் பி பாசிபிள், திஸ் இஸ் நாட் ஃபேர் ஃபார் பீப்புள், இது என்ன பண்ணலாம் அப்படிங்கிறது தான் மெயின் ஒரு பேசிக் மெசேஜ் இது. ஸோ அதுதான் ஹுக் படத்துக்கு, வெரி ஹுக், மெயின் அதுதான். Okay. அதுக்கப்புறம் அந்த ஒரு ப்ராப்ளம்காக தான் ஃபுல் அதை വച്ച് தான் സ്ക്രീൻ പ്ലേ பண்ணியிருக்காங்க. ഓക്കെ. ഈ ഒരു നമ്മുടെ പോസ്റ്റർ കാണുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫീൽ ചെയ്തൊരു കാര്യം, ആ വിരുന്ന് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു വൈൻ ഗ്ലാസ്, എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ. കഥ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചേർന്നൊരു വിരുന്നാണ്. സദ്യ മാത്രമല്ല, നോൺ വെജും എല്ലാം ചേർന്ന് ഒരു വിരുന്നായിരിക്കും. അതാണ് സിനിമ. പിന്നെ ഈ സബ്ജക്റ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പേരാണ് വിരുന്ന് എന്നുള്ളത്. അത് ആക്ച്വലി പടം കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവും എന്താണ് ഇതിന് വിരുന്നെന്ന് ഒരു പേരിട്ടത്. ഒരു ആക്ഷൻ പടമാണല്ലോ. ഒരു വിരുന്നിലേക്കുള്ളൊരു യാത്രയാണ് സിനിമ, വെറുതെ ഒരു പേരിട്ടല്ല. പടം കാണുന്ന എല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇതായിരുന്നോ എന്ന സംഭവം പറയും. പക്ഷെ ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ലേ. ഓക്കെ. ഇപ്പം സാറിൻ്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടറായിട്ട് സാർ തന്നെ വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ടു യു അർജുൻ സർ, which will be your milestone character according to you? Till date. Yeah. Till date, gentleman. Nothing can. No. We can't say. Only till date. ഇന്ന് ഇതൊക്കെ അതൊക്കെ മേലെ, This is the time of re-releases and second parts and all. Will there be
സെക്കൻഡ് പാർട്ട് ഇപ്പോൾ Yeah, ജിൻസിമാൻ people wherever I go, they ask me about this movie. Like, will there be a second part two? I don't know till now. It has not been discussed. Which role do you love more, the director, actor or producer? Director, Director. Why? because it's very creative. You create a story, you create characterizations, and you select the actors who will going to enact that roles. And after that, if the movie is hit, it's like your heart and your mind is like connected and synced with lakhs and lakhs of people. என் மைண்டில் இருக்கிறது அவங்களுக்கு இருந்தால் தானே படம் ஓடும். அவங்களும் இது கரெக்டாக நினைக்கிறாங்க, நானும் கரெக்டாக நினச்சி டைரக்ட் பண்ணேன்னா தட் வில் பி a hit. If it's a flop, நான் சிங்கில் இல்லைன்னு அர்த்தம். ஸோ ஜனங்க நினைக்கிற மாதிரி நாங்களும் நினைக்கிறோம் பிக்சர் ஹிட்டுன்னு சொல்லும்போது ரொம்ப பெரிய திருப்தி வரும். தட் இஸ் டைரக்டராக இருந்தால்தான். ஆக்டர்னா டைரக்டர் சொன்னது இப்போ இவர் சொன்னதை நான் நடிச்சுட்டு கோ. ஆக்டர்னா இட் இஸ் உட்காந்து பென் வச்சுக்கிட்டு இல்லை இவர் தான் ஆக்ட் பண்ணால் நல்லாயிருக்கும். அண்ட் தென் எவ்ரி திங் இஸ் கிரியேட்டிவ். எவ்ரி ஷாட் இஸ் கிரியேட்டிவ். How am I going to shoot this shot? What lens I am using? How my actor is going to enact that shot? Everything is creative. Director's role is, that's why they call the director the captain of the ship. I like that role. But ജനങ്ങൾ a lot of headache. You have to see so many things you have to like catch hold of. Producer answer பண்ணணும். And all technicians கிட்ட எல்லாருக்கும் சொல்லணும் இது என்னென்ன இது கன்சீவ் பண்ணது. இட்ஸ் a big work. ஸோ நீங்கள் ஆடியன்ஸ்க்காக மூவி பண்ணுறோம் or for yourself? Audience-kaga. You always care about their opinion, right? No, that's why we are here. Only because of them we are sitting and giving you interviews. If they don't like us, அவங்களுக்கு பிடிச்சது நம்ம பண்ணலைன்னா அவங்களுக்கு இன்ட்ரெஸ்ட் இருக்காது. இன்ட்ரெஸ்ட் இல்லைன்னா ஆர்டிஸ்டுக்கு மார்க்கெட் இல்லைன்னு அர்த்தம். மார்க்கெட் இல்லைன்னா நீங்கள் வந்து இன்டர்வியூ பண்ண மாட்டீங்க. அவ்வளோதானே சார்? ஸோ ஆடியன்ஸுக்காகத்தான் படம் பண்ணணும். பாவம் அவங்க வந்து அவ்வளோ செலவு பண்ணிட்டு இப்போல்லாம் இன்னும் ஜாஸ்தி ஆகிடுச்சு இல்லையா? ஒரு ஃபேமிலி வந்து படம் பார்க்கணுன்னா இன்னும் மல்டிப்ளெக்ஸ் அங்கே வந்து 2,000-3,000 இல்லைன்னா பண்ண முடியாது. படம் பார்த்து பாப்கார்னில் வாங்கி இந்த 2,000 கொடுக்கணும், 2,000-3,000 செலவு பண்ணணுன்னா ஹி ஷுட் லைக் இட். அவனுக்கு பிடிச்சது அங்கே கொடுக்கணும். தட் இஸ் த சேலஞ்ச் ஃபார் த டைரக்டர்ஸ் ടുഡേ. ഓക്കെ. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കണ്ണൻചേട്ടനെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ മൂവി ചെയ്യാറ്, സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ? അപ്പോൾ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടാലാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ആളാണോ? ഉറപ്പായിട്ടും. നമുക്ക് ഒരു സബ്ജക്റ്റ് നമുക്കിത് ആദ്യം കൺസീവ് ചെയ്യാൻ പറ്റണം. ഈ സംഭവം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നണം. അപ്പം നമുക്ക് ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഇത് വർക്കാവുമോ, ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടാലേ നമുക്ക് ആ പടം മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓഡിയൻസിലേക്ക് എടുക്കും ഒരു പ്രതീക്ഷയാണല്ലോ. ഓരോ പടം ഇത് ഓഡിയൻസ് എടുക്കുമായിരിക്കും. ചില പടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഓവറായിട്ട് ഓഡിയൻസ് എടുക്കും, ചില നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും ഓഡിയൻസ് എടുക്കില്ല. അതൊക്കെ ഇപ്പം നമുക്ക് സിനിമയിൽ ഏത് ഓടും ഏത് പരാജയപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ എല്ലാ പടവും ഓടണ്ടേ, അല്ലെങ്കിൽ ഒരു ആക്ടറുടെ എല്ലാ പടവും ഓടണ്ടേ. സിനിമ അങ്ങനെയാണ്. അത് ഇതൊരു നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള நமக்கு மட்டும் பிடிச்ச சப்ஜெக்ட் பண்ணோம்னா நாங்களே பார்க்கணும் வீட்டில். ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നുള്ളത് ஆடியன்ஸ் பார்க்கணும்னா அவங்களுக்கு பிடிச்சது பண்ணணும். ഓഡിയൻസ് ഇപ്പം അർജുൻ സാറിന്റെ പടമാണ്, അർജുൻ സാറിന്റെ പടത്തിൽ ആക്ഷൻ അവർക്ക് ഇഷ്ടമാണ്, ആക്ഷൻ വേണം. അവർ പടം കൊണ്ടുപോയി നമ്മൾ ഭയങ്കര വേറൊരു ഇതിൽ വെച്ചാൽ അർജുൻ സാറിന് പറഞ്ഞൊരു ഓഡിയൻസ് ഉണ്ട്. സോ ഒരു സൂപ്പർ സ്റ്റാർ இல்லை ஒன்றும் இல்லை, வெரி சிம்பிள். என்னன்னா ஒரு ப்ரூஸ்லி படத்துக்கு நம்ம போகிறோம். കറക്റ്റ് അതാ. ப்ரூஸ்லி படத்துக்கு போயிட்டு அவர் வந்து சென்டிமெண்ட்டாக அழுதுட்டு இருந்தா எனக்கு பிடிக்கவே பிடிக்காது. ப்ரூஸ்லி ஃபைட் பண்ணுண்டா, எங்கடா ஃபைட் பண்றா, சும்மா அழுகிறாருப்பா அவரு அப்படின்னு இருக்கும். அந்த மாதிரி தான். இட்ஸ் ஓன்லி an example I'm telling you. ഓക്കെ. ഇപ്പോൾ ഹരീഷ് വാക്കിൽ മുടിഞ്ഞു.
ഒറ്റ വാക്കിൽ പിടിച്ചത്. അഡീഷേട്ടന് ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞു ഒന്നും സെലക്ട് ചെയ്യുന്നതല്ല എന്നിലേക്ക് വരുന്ന മൂവീസ്. അപ്പം ഇതുപോലത്തെ ബാരിയേഴ്സ് ചിന്തിക്കാറുണ്ടോ? ഓഡിയൻസിന് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അല്ല, അത് ക്രിയേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ മൊത്തം ക്രിയേറ്ററാണ്, അതൊരു സൃഷ്ടിപരതയുടെ ഭാഗത്തു നിന്നുള്ള സംസാരമാണ്. ആക്ടറെ സംബന്ധിച്ചോളം വ്യാഖ്യാതാവ് എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടിയ സാധനം വ്യാഖ്യാനിക്കാനുള്ള ഒരു പരിധിയാണ് ഞങ്ങളുടെ സംബന്ധിച്ചോളം ഉള്ളത്. അതുകൊണ്ടാണ് ആ സെലക്ഷൻ നമ്മളെ ഭയപ്പെടുത്താത്തത്. സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏത് സാധനവും ചെയ്യാനും ഞാൻ റെഡിയാണ് എന്നാണ് അർത്ഥം. മനസ്സിലായി? അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. സെലക്ഷൻ വേണ്ട എന്ന് വെക്കുന്നതിന് പിന്നിലുള്ള കാരണം, സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. സെലക്ഷൻ തുടങ്ങുന്നത് ഒരു ഭയത്തിൽ നിന്നാണ്. സെലക്ഷൻ തുടങ്ങുക എനിക്ക് ഇന്ന ആളുകളോട് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സെലക്ഷൻ തുടങ്ങുമ്പോൾ ഞാൻ ആരെയും ഭയക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ ഒരു കഥാപാത്രത്തെ ഭയക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ സെലക്ഷൻ തുടങ്ങുക. എനിക്ക് ഇതേ ചേരൂ, എനിക്ക് ഇതേ പറ്റൂ എന്നൊക്കെ അത് തീരുമാനിക്കേണ്ട ആൾ ഞാനല്ല, ഞാനൊരു നടനാണ്. അപ്പം നടൻ എന്നത് എന്നെ തേടി വരുന്ന രൂപമില്ലാത്ത ഒരു കഥാപാത്രം, അത് എൻ്റെ ബോഡിയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ബോഡി ഞാൻ കൊടുക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥയിൽ നിന്ന് എൻ്റെ ബോഡി ചലിക്കാൻ തുടങ്ങി പെരുമാറുകയും ചെയ്യാൻ തുടങ്ങുന്ന ഒരു കവിത പോലെയുള്ളൊരു വ്യാഖ്യാന രീതിയാണിത്. അപ്പോൾ അതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതിനെ സ്വതന്ത്രമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറാക്കി പാകപ്പെടുത്തി വെച്ചിരിക്കുക നമ്മളെ മനസ്സിനെ. അതാണ് ചെയ്യേണ്ടത്. நீங்க பேசும்போது எனக்கு மலையாளம் நல்லா புரியுது சார். எல்லா வார்த்தைகள் அப்படியே உச்சரிச்சு தேங்க்யூ சார். இல்லை உண்மையில எவ்வளோ நல்ல ஒரு பாஷை மலையாளம். எல்லாம் ஒரு இந்த சான்ஸ்கிரிட்ஸ் வேர்ட்ஸ் எல்லாம் நிறைய இருக்கு, பியூட்டிஃபுல்லாக இருக்கு. How do you manage the language during acting? 3 languages. No, anybody can manage. You ask him, he doesn't even know Kannada, but he can act. Yeah. See, basically, it's nothing great, I'm telling you. It's not great at all. I'm basically from Karnataka. I know Kannada. And I stayed there in Tamil Nadu for so many years, still staying. I can speak Tamil, read and write. The same thing with Telugu. So, இதில் என்ன பெரிய விஷயம் இருக்குது? சின்ன நார்மல் பீப்புள் கூட எல்லா பாஷை பேசுகிறாங்க இப்போல்லாம். இவ்வளோ பைசா வாங்கிட்டு அவங்க பேசலைன்னா வெளியே வீட்டுக்கு போயிடான்ருவாங்க. ഓക്കെ, നമുക്കൊരു സെഗ്മെൻറ്റോട് കൂടി നമുക്ക് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. 5 reasons why people should watch this movie. Can you tell me 5 reasons why 5 reasons why people should watch this movie? No, only one reason I can tell. Okay. Because we have done this with so much of love and passion, and we have got so much of confidence, and we love our audience, so that keeping the audience in mind, we have done the movie. பயத்தோட பக்தியோட பண்ணியிருக்கோம். அந்த ஒரே ஒரு ரீசன் தான். தயவுசெய்து படம் பாருங்கள், கஷ்டப்பட்டு பண்ணியிருக்கோம். இது 100 crores படம் கிடையாது, சின்ன பட்ஜெட் தான். அந்த பட்ஜெட்டுக்கு என்ன வேணுமோ அதை விட ஜாஸ்தி காட்டிருக்கார் நம்ம டைரக்டர். ஸோ தயவுசெய்து எங்கள் படம் பாருங்கள். ദാറ്റ്സ് ദ ഓൺലി റീസൺ. സാർ ഒരു എൻ്റർടൈനർ സിനിമയാണ്. നല്ല പ്രേക്ഷകർ അർജുൻ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ സമൂഹത്തിനോട് എന്തോ ഒരു കാര്യം ഈ സിനിമ കൊണ്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ നല്ല ഒരുപടി ആർട്ടിസ്റ്റുകൾ, അവരുടെ സ്ഥിരം കാണുന്ന മുഖമല്ലാത്ത മറ്റൊരു മുഖം ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാനുള്ള കാഴ്ചകൾ ഈ സിനിമയിലുണ്ട്. ഒരു വിഷ്വലി സിനിമയാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയായിരിക്കും 100%. തീർച്ചയായിട്ടും ഒന്നാമതുള്ള പ്രധാന കാരണം അർജുൻ സാർ എന്ന് പറയുന്ന ഹീറോ എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. കാരണം നമുക്കറിയാം അദ്ദേഹം ഇന്ത്യ മുഴുവൻ പറഞ്ഞെടുക്കുന്ന പ്രേക്ഷകരുള്ള ഒരു നടനാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കിട്ടിയെന്നത് തന്നെയാണ് ഈ സിനിമയെ ഏറ്റവും മറ്റുള്ള സിനിമകളിൽ നിന്ന് പ്രത്യേകതമാക്കുന്ന ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ കഥയാണ്. വളരെ വ്യത്യസ്തമായൊരു കഥ ദിനേശ് പള്ളത്തും കണ്ണൻ സാറും രണ്ടുപേരും കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു കഥാപരിസരമുണ്ട്. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെലുങ്കിലെ സംവിധായകർ വരെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലിന് അദ്ദേഹം ഓരോ സിനിമകളിൽ നിന്നും മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മേക്കിംഗ് രീതി സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അഭിനേതാക്കളുടെ പ്രകടനം. ഞാൻ മാത്രമല്ല, ഞാനത് എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇതിലെ ബൈജു ആണെങ്കിലും മുകേഷ് ഏട്ടനാണെങ്കിലും അർജുൻ സാറാണെങ്കിലും നിക്കി ഗിൽറാണി അങ്ങനെ ഒരുപാട് ഗിരീഷ് ആണെങ്കിലും എല്ലാം ഉള്ള ഒരു
ഒന്നിച്ചു ചേർന്നല്ലോ. പ്രകടനത്തിൽ ഓരോരുത്തർക്കും ഒരു എന്താ പറയുക, കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനൊരു സ്പേസ് ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇത്രയും കാരണങ്ങൾ തന്നെയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ആകർഷിക്കുന്നത്. ഓക്കെ ഓക്കെ ചേട്ടാ തുടങ്ങാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ചിത്രമായിരിക്കും വിരുന്ന് പേര് പോലെ തന്നെ ഒരു വിരുന്നായിരിക്കും വിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ അർജുൻ സാറിൻ്റെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പടമാണ്. പിന്നെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ അത് മേക്കിംഗ് സ്റ്റൈല് ഒരു എൻഗേജിങ് ആയിട്ടുള്ള, ഒരു ലാഗൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ എൻഗേജിങ് ആയിട്ട് ഒരു ത്രില്ലിംഗ് മിസ്റ്ററി ഫാമിലി എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ക്യാഷാണ്. എല്ലാവരും 29th ഓഗസ്റ്റ് 29th പോയി സിനിമ കാണുക. ടെക്നീഷ്യൻസിനെ പറ്റി കൂടി പറയാനുള്ളത്. ഗണേഷ് വള്ളത്താണ് എൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. VT ശ്രീജിത്താണ് എൻ്റെ എഡിറ്റർ. പിന്നെ DOP ചെയ്തിരിക്കുന്നത് രവിചന്ദ്രനും പ്രദീപ് നായരുമാണ്. രതീഷ് വേഗയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. റോണി റാഫേലാണ് പശ്ചാത്തല സംഗീതം. അങ്ങനെ നല്ലൊരു ടീം ഇതിനോടൊപ്പം. സഹാസ് ബാലയാണ് ആർട്ട്. അപ്പോൾ അവരെല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ സിനിമ. ഓക്കെ ഓക്കെ സാർ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.